ഹലോ ദയർ, വെൽക്കം ടു ഹസ്ലിഫൈ ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് 101. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടിക്കറ്റ് ക്ലോസിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ഹൈ ടിക്കറ്റ് ക്ലോസിംഗ്, വൈ ഇറ്റ് മാറ്റേഴ്സ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ് ആസ് സിമ്പിൾ ആസ് ഐ ക്യാൻ. ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് സിംപ്ലി മീൻസ് ഹെൽപ്പിംഗ് പീപ്പിൾ ബൈ ഹൈ വാല്യൂ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അതായത് നിങ്ങളിപ്പോൾ ഒരു പ്രീമിയം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി, ലക്ഷറി കാർ, ഒരു ഹൈ എൻഡ് കോച്ചിങ് പ്രോഗ്രാം, അതല്ലെങ്കിൽ ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള പർച്ചേസസ് അല്ല. കസ്റ്റമറിന് ഒരു ബിഗ് ഡിസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് ഐറ്റംസ് സെല് ചെയ്യുന്ന പോലെ നമുക്ക് ഈസിലി വരെ സെല് ചെയ്യാനും പറ്റില്ല ഈ ഒരു പ്രൊഡക്ട്സ്. അതിന് പറയുന്ന പേരാണ്, ഈ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സിലോട്ട് കസ്റ്റമേഴ്സിനെ ഗൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഹൈ ടിക്കറ്റ് ക്ലോസിംഗ്. സോ ഈ ഹൈ വാല്യൂ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ട്സ് സർവീസസ് സെല് ചെയ്യുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ആമച്വറിനല്ല ആവശ്യം, ഒരു ഹൈലി ട്രെയിൻഡ് പ്രൊഫഷണൽ ഹൂ ക്യാൻ ഡീൽ വിത്ത് കസ്റ്റമേഴ്സ്. അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള നീഡ്സും പ്രോബ്ലംസും മനസ്സിലാക്കി അതിനനുസരിച്ച് ആ ബിഗ് ഡിസിഷനിലോട്ട് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിയ പ്രൊഫഷണൽസ്. അവിടെയാണ് ഒരു ഹൈ ടിക്കറ്റ് ക്ലോസറിന്റെ നീഡ് വരുന്നത്. സോ ഇതേപോലെ തന്നെ ഹൈ വാല്യൂ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന കമ്പനീസിന് ജസ്റ്റ് ആഡ്സോ അല്ലെങ്കിൽ വെബ്സൈറ്റോ മാത്രം റിലേ ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ് നടത്താൻ പറ്റില്ല. അവർക്ക് നല്ല ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ആവശ്യമാണ്. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഒരു 1-on-1 പ്രോസ്പെക്റ്റിംഗ്, അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് മനസ്സിലാക്കി ആ ബിഗ് ഡിസിഷനിലോട്ട് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് വേർ ഹൈ ടിക്കറ്റ് ക്ലോസർ മാറ്റേഴ്സ്. ഇനി ഹൈ ടിക്കറ്റ് ക്ലോസിങ്ങിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടെർമിനോളജീസും കൂടി നിങ്ങൾ അറിഞ്ഞു വെക്കണം. 1-2 കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഫോർ എക്സാമ്പിൾ, ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു പോസിബിൾ കസ്റ്റമർ ആണ് ലീഡ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ മെറ്റാ ത്രൂ റൺ ചെയ്യുന്ന ആഡ്സ് ത്രൂവോ അവർ എൻക്വയറി ഫോമോ അല്ലെങ്കിൽ ആഡോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ പ്രൊഡക്റ്റോ സർവീസസിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരൊരു പോസിബിൾ ലീഡാണ്. അതുപോലെ തന്നെ അടുത്ത ടേമാണ് പ്രോസ്പെക്ട് ആൻഡ് പ്രോസ്പെക്റ്റിംഗ്. നമ്മൾ ലീഡിനെ പറ്റി പറഞ്ഞു. ഈ ലീഡ് ആവുന്ന എല്ലാ ആൾക്കാരും നമ്മളെ കസ്റ്റമേഴ്സ് ആയിരിക്കില്ല. ചിലപ്പോൾ അതിൽ അവർക്ക് ചിലപ്പോൾ നീഡ് ഉണ്ടാവില്ല, ആ പ്രൊഡക്റ്റ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ വേറെ പല റീസൺസ് ഉണ്ടാവും അവർ നമ്മൾ കസ്റ്റമേഴ്സ് ആവാതിരിക്കാൻ, ആ ഇൻട്രസ്റ്റ് കാണിച്ച ആ ഒരു ലീഡിന്. സോ അതിൽ പ്രോപ്പറായിട്ട് നമ്മളെ കസ്റ്റമേഴ്സ് ആവാൻ സാധ്യതയുള്ള ആൾക്കാരാണ് പ്രോസ്പെക്ട്സ്. അവരെ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് പ്രോസ്പെക്റ്റിംഗ്. അവരുടെ ബാക്കി കാര്യങ്ങളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരെ നമ്മൾ ക്വാളിഫൈ ചെയ്യും ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട്. അതിനെ പറയുന്ന പേരാണ് പ്രോസ്പെക്റ്റിംഗ്. അതേപോലെ നെക്സ്റ്റ് ഒരു ടേമാണ് സെയിൽസ് പൈപ്പ് ലൈൻ. നിങ്ങളിപ്പോൾ കുറേ സ്ഥലത്തൊക്കെ കേട്ടിട്ടുണ്ടാവും സെയിൽസ് പൈപ്പ് ലൈൻ ഫണൽ എന്നൊക്കെ. ഇപ്പം നമ്മൾ പ്രോസ്പെക്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോസ്പെക്റ്റിംഗ് കഴിഞ്ഞ് പ്രോസ്പെക്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ ഇപ്പോഴത്തെ സ്റ്റേജ് എവിടെയാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സെയിൽസ് പൈപ്പ് ലൈൻ എന്നുള്ള ടേം യൂസ് ചെയ്യുക. അപ്പോൾ അവരുടെ ഫസ്റ്റ് കോണ്ടാക്ട് മുതൽ ആ ഒരു ഡീല് ക്ലോസ് ആവുന്നത് വരെ ഉള്ള ആ ഒരു പ്രോസസ്സിൽ അവരെവിടെയാണെന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു നോളജ് വേണം. ഓക്കെ, അത് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് സെയിൽസ് പൈപ്പ് ലൈൻ. അതേപോലെ തന്നെ ഫോളോ അപ്പ്. നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ട് കഴിഞ്ഞ് വീണ്ടും അവർ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യേണ്ടി വരും. ആദ്യത്തെ കോളിലോ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിലോ തന്നെ ഒരാൾ ക്ലോസ് ആവണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ഡീല് അവിടെ കംപ്ലീറ്റ് ആവണമെന്നോ ഇല്ല, ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവണമെന്നില്ല. സോ നമ്മൾ അവരോട് വീണ്ടും ഒരു ബാക്കായിട്ട് വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന പേരാണ് ഫോളോ അപ്പ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ പിന്നെ വരുന്ന ഒരു ടേമാണ് ഒബ്ജെക്ഷൻസ്. നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ എന്ത് തന്നെ ആവട്ടെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുത്തു, അവർക്ക് മനസ്സിലായി. അതിനുശേഷം അവരിപ്പോൾ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു കൺസേൺ റേസ് ചെയ്യാണ്, നമുക്ക് അവർക്കിപ്പോൾ വാങ്ങാതിരിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർ അപ്പിങ്ങിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതുപോലെ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഒബ്ജെക്ഷൻ എന്നുള്ള ടേം. ഓക്കെ, ഒബ്ജെക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കൺസേൺസോ ഡൗട്ട്സോ ആണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ റീഅഷ്യൂർ ചെയ്യേണ്ടി വരും. അതേപോലെ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു സ്ട്രാറ്റജിക്ക് പറയുന്നതാണ് ഒബ്ജെക്ഷൻ ഹാൻഡ്ലിംഗ്. ഹൈ ടിക്കറ്റ് ക്ലോസിംഗിൽ ഒബ്ജെക്ഷൻ ഹാൻഡ്ലിംഗ് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒബ്ജെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ കസ്റ്റമർ അല്ല എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെയിൽസ്മാൻമാരുടെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊരു സ്കില്ലാക്കി നമുക്ക് മാറ്റാൻ കഴിയണം. അപ്പോൾ നമ്മൾക്ക് ഹൈ ടിക്കറ്റ് ക്ലോസിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ടെക്നിക്കൽ ടേംസ് എന്തിനാണ്, ഹവായി, സോ ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് വർക്കാവുന്നത്, അതിനെപ്പറ്റി കുറച്ച് നേരം സംസാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊരു കമ്പനി ആയാലും അവർക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലീഡ്സ് ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി അവർ ഏത് ഫോമിലാണോ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, പോസ്റ്റർ ആവട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എന്തെങ്കിലും സർവീസ് ആയിക്കോട്ടെ, റെഫറൻസ് ആയിക്കോട്ടെ, അതിൽ ത്രൂ അവർ ലീഡ്സ് ജനറേറ്റ് ചെയ്യും. ആ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പ്രോസ്പെക്റ്റിംഗ് ചെയ്യണം. അവർക്ക് പറ്റിയ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രോസ്പെക്റ്റിംഗ്.
പ്രോസ്പെക്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഡിസ്കവറി കോൾ ആയിരിക്കും. ആ ഒരു കസ്റ്റമറുടെ പ്രോപ്പറായിട്ടുള്ള നീഡ്സ്, പ്രോബ്ലംസ്, എന്തുകൊണ്ടാണ് അവർ ആ ഒരു എൻക്വയറി ഫോമോ അല്ലെങ്കിൽ ആ ഒരു ലീഡായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവിടെ നമുക്ക് മനസ്സിലാക്കും എങ്ങനെ ബെറ്റർ ആയിട്ട് നമ്മളുടെ സൊല്യൂഷൻ കൊടുക്കാം. അതാണ് 4th സ്റ്റെപ്പ്, ഹൗ ടു പ്രസൻറ്റ് ദ ഓഫർ, പ്രസൻറ്റ് ദ ഡീൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഓഫർ പ്രസൻറ്റ് ചെയ്തു, നമ്മളെ സൊല്യൂഷൻ അവർക്ക് നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ, മനസ്സിലാക്കുന്ന ലെവലിൽ കൊടുത്തു. അത് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് കസ്റ്റമേഴ്സ്. ഓബ്വിയസ്ലി മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സിന് എന്താണ്, ഒബ്ജെക്ഷൻസ് ഉണ്ടാവും, അവരുടെ ഡൗട്ട്സും കൺസേൺസും അവർ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഒബ്ജെക്ഷൻ ഹാൻഡ്ലിങ്. ഓക്കെ, ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്ത് എന്നിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലോസിങ് ദ ഡീൽ. ഓക്കെ, ഇത്രയും ഒരു പ്രോസസ് ത്രൂ ആയിരിക്കും സിമ്പിൾ ആസ് ഐ ക്യാൻ സേ ഒരു ഹൈ ടിക്കറ്റ് ക്ലോസിങ് അല്ലെങ്കിൽ ഹൈ ടിക്കറ്റ് പ്രോസസ്സ് നടന്നു പോകുന്നുണ്ടാവുക. ഇപ്പോൾ ഹൈ വാല്യൂ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന കമ്പനീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഹൈ ടിക്കറ്റ് ക്ലോസറിൻ്റെയോ ഒരു ബേസിക് ആയിട്ടുള്ള ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതല്ല, നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് പോകേണ്ടതുണ്ട്. കാരണം ഹൈ ടിക്കറ്റ് ക്ലോസർ അല്ലെങ്കിൽ ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഉള്ള സെയിൽസ്മാൻമാരെ പോലെയല്ല. കാരണം നിങ്ങൾക്കിപ്പോൾ അറിയുന്നുണ്ടാവും ഓൾറെഡി കുറേ പുഷി ആയിട്ടുള്ള സെയിൽസ് ജോബ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഒരു സെയിൽസ്മാൻ്റെ കോൾ വരുമ്പോൾ തന്നെ ഒരു വെറുപ്പ് പിടിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ, അല്ലാന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ പെർസീവ് ചെയ്തിട്ടുള്ള സെയിൽസ്. ഓക്കെ, അതിന് കുറേ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ റിക്വയർഡ് ആയിട്ടുള്ള സ്കില്ല്. അതൊരു ട്രസ്റ്റഡ് അഡ്വൈസർ ആയിട്ട് കസ്റ്റമറിൻ്റെ കൂടെ നിൽക്കാനും അവരുടെ പ്രോബ്ലംസ് ആൻഡ് നീഡ്സ് മനസ്സിലാക്കി അവരെ ആ ഒരു ഡിസിഷനിലോട്ട് ഗൈഡ് ചെയ്യാനും ലീഡ് ചെയ്യാനും പറ്റുന്ന ആ ഒരു ഓപ്പൺനെസ്, ആ കമ്മ്യൂണിക്കേഷൻ, പ്രൊഡക്റ്റ് നോളജ്, അതേപോലെ തന്നെ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, അത്രയും കാര്യങ്ങൾ ഓക്കെ ആകുമ്പോഴാണ് ഒരു ബെറ്റർ ഹൈ ടിക്കറ്റ് ക്ലോസർ ആവുന്നത്. ഇനി നിങ്ങൾക്ക് ഡീപ്പറായിട്ട് ഒരു ഹൈ ടിക്കറ്റ് ക്ലോസിങ്ങിനെ പറ്റി അറിയണം അല്ലെങ്കിൽ ഒരു ഹൈ ടിക്കറ്റ് ക്ലോസർ ആവണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹസ്ലിഫൈയിൽ ജോയിൻ ചെയ്യാം. ക്ലോസേഴ്സ് മൈൻഡ് സെറ്റ്, സ്കിൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഇത് 3 കാര്യങ്ങളും വെറും 4 months കൊണ്ട് പഠിച്ച് നിങ്ങൾക്ക് പ്ലേസ്ഡ് ആവാം. ഇനി അതല്ല, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലും അതേപോലെ തന്നെ വെബ്സൈറ്റിലുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു മോർ അണ്ടർസ്റ്റാൻഡിംഗ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളതായിട്ടുള്ള റിസർച്ചും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെയാണ്. അതായത് വാട്ട് ഈസ് ഹൈ ടിക്കറ്റ് ക്ലോസിംഗ്, വൈ ഇറ്റ് മാറ്റേഴ്സ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക്സ്. ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഈ റിസർച്ച് ചെയ്താൽ തന്നെ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.